Dear parents, very good afternoon. Hope you are all doing well. See, today we have initiated one more new thing. That is, the students who I felt that they need some kind of special attention from our side. So I had to sit with my teachers, and we have started that today. As I told you, every child has got certain plus, and every child will be having certain minus points in them. We need to observe them. We need to identify those traits, those behavior patterns of these children, and take action according to that, or we have to adjust according to that. Now, there were certain students who the parents felt that they were slightly weak in the academic subjects. So there are certain students who joined very late during the previous academic year. So what we have done is that we have started a special class for them. That is from 2 o'clock to 3 o'clock. Sabiha teacher is taking that special class. I'm just showing you the videos. Now these videos and all, many people do criticize me and all. But one thing I will make it very straightforward. ഈ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പണിയെടുക്കണം. ജോലി എടുക്കാണ്ട് വീഡിയോ ഇട്ടോ എന്നും പറഞ്ഞിട്ട് കംപ്ലയിൻറ്റിൽ അർത്ഥമില്ല. വേറെ സ്കൂളുകാർ പറയും ഞങ്ങൾ കുറേ വീഡിയോ ഇടാറുണ്ട്, ഞങ്ങൾ വീഡിയോ മാത്രമേ ചെയ്യുള്ളൂ, മറ്റേതൊന്നും ചെയ്യില്ല. ഐ ഹിയർ ലോട്ട് ഓഫ് തിങ്സ് ഉണ്ട് ഓൾ. അറേ ബാബ, വല്ലതും ഇടുന്നത് ഒന്നും ചെയ്യാത്തതിനെക്കാട്ടിലും ബെറ്റർ അല്ലത്. അവരെന്താ ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. എന്നിട്ട് ചെയ്യണം അവരെയും കുറ്റപ്പെടുത്തിയിട്ട് അവരെയും ഡൗൺ ചെയ്യുക. എവ്രിബഡി നോസ് വൈ വി റൺ എ സ്കൂൾ. ഇത് കാശിന് വേണ്ടി നടത്തുന്ന സ്കൂളല്ല അത്. അപ്പോൾ ചില ആൾക്കാർ ദ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, ആൻഡ് ഐ സല്യൂട്ട് ദം. എനിക്ക് ആരെയും ഒരു കംപ്ലയിൻറ്റും ഇല്ല. ആരെന്ത് വിചാരിച്ചാലും മനസാക്ഷിക്ക് വേണ്ടിയിട്ട് ഞാൻ നടത്തുന്ന സ്കൂളാണത്. ആൻഡ് ഞാൻ ഇവിടെ ഉണ്ടാവും മിക്കവാറും. ഓൺലി എമർജൻസിക്ക് ഞാൻ വെളിയിൽ പോകാറുള്ളൂ. അപ്പോൾ അത് ഇവിടെ എന്താ നടക്കണമെന്ന് എനിക്ക് നല്ലോണം ബോധമുണ്ട്. ആൻഡ് ഞങ്ങൾ പിന്നെ ആൾക്കാരെ വിളിച്ചിട്ട് ദയവീത് വരും എന്ന് പറഞ്ഞിട്ടുള്ള വരുന്ന ആൾക്കാരല്ലല്ലോ അവിടെ. യു പീപ്പിൾ ആർ കമ്മിങ് ഹിയർ ബിക്കോസ് യു തിങ്ക് ദാറ്റ് യുവർ ചിൽഡ്രൻ വിൽ ബി ടേക്കൺ കെയർ. ആൻഡ് യെസ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, വി മേ നോട്ട് ബി ദ ബെസ്റ്റ്, ബട്ട് വി ട്രൈ ടു ദ ബെസ്റ്റ്. ഇന്ന് ടീച്ചേഴ്സ് പോണ മുമ്പ് ഞാൻ അതാ പറഞ്ഞിരിക്കുന്നത്. പല സ്കൂൾസുണ്ട്, അവിടെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് ശമ്പളത്തിന് വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ശമ്പളത്തിന് വേണ്ടി ടീച്ചേഴ്സിനെ എടുക്കില്ല. ശമ്പളം ഞാൻ തരും, ഗ്രോത്ത് തരും, ട്രെയിനിങ് തരും, ആൻഡ് ഐ വർക്ക് വിത്ത് ദം. അവരുടെ കൂടെ എംപ്ലോയി ആയിട്ട് ഞാൻ വർക്ക് ചെയ്യും. അല്ലാണ്ട് ഒരു എംപ്ലോയർ ഞാൻ ജോലി കൊടുക്കുന്ന മാതിരിയല്ല ഞാൻ വർക്ക് ചെയ്യുക. ഐ നെവർ ഗോ ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് ഷോ ഓഫ്. പക്ഷേ യു ഹാവ് ടു പുട്ട് ഇൻ യുവർ ഹാർട്ട്, പാഷനേറ്റ് ആയിട്ട്. ഞാൻ ചിലപ്പോൾ 7 മണിക്ക് വരാറുണ്ട് ഇവിടെ, രാത്രി 7 മണിക്കൊക്കെ പോണത്. അപ്പോൾ ഇത് വട്ടായിട്ടൊന്നുമല്ല. ഇറ്റ്സ് എ പാഷൻ വിച്ച് ഐ എം ഡിസ്പ്ലേയിങ് ഇറ്റ്. സെയിം പാഷൻ ഈസ് ഓൾസോ ഷോൺ ഇൻ ദ വീഡിയോസ്. അപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനൊരു ഹോട്ടലിൽ പോകണു, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകണു, അല്ലെങ്കിൽ ഞാനൊരു പർട്ടിക്കുലർ ആക്ട് ഞാൻ ചെയ്യണു, അതിൻ്റെ വീഡിയോ എടുത്തു വിട്ടു. എന്തിനാണ് വെറുതെ വീഡിയോ എടുക്കണം? ചെയ്താൽ മാത്രമല്ലേ വീഡിയോ എടുക്കുള്ളൂ. വെറുതെ വീട്ടിൽ കിടന്ന് ടി വിയും കണ്ടുകൊണ്ട് വല്ല ആൾക്കാരെയും കുറ്റവും പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. ബി എനർജറ്റിക്, ബി ആക്റ്റീവ് ഇൻ ലൈഫ്. കാര്യങ്ങൾ ചെയ്യൻ, വീഡിയോ എടുക്കൻ, ഇടുക. ചെയ്യാണ്ട് മറ്റവർ ചെയ്യണവരെ കുറ്റവും പറഞ്ഞിരിക്കുന്നത്, പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. പറഞ്ഞോളൂ. ദാറ്റ് ഈസ് ഓൺലി ഡിസ്പ്ലേയിങ് ആൻഡ് ഡിപ്പിക്റ്റിംഗ് യുവർ ക്യാരക്ടർ. ഞങ്ങൾ എപ്രീഷിയേറ്റ്. ഞാൻ അതൊക്കെ പഠിച്ചതാണ്, ഞാൻ അതൊക്കെ കണ്ടതാണ്, ഞാൻ അതൊക്കെ അനുഭവിച്ചതാണ്. സോ ഐ ഹാവ് ലേൺ ദിസ് തിങ്. നല്ല സ്കൂൾസിൽ നിന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡൂയിങ് ഇറ്റ് ഹിയർ. അല്ലാണ്ട് ഒന്നും ചെയ്യാത്തവർ എന്തിനാ ഇവർ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടണം പറഞ്ഞിട്ട് വീഡിയോ പറ്റി നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ നോട്ട് സ്റ്റോപ്പ്. മൈ ആക്ടിവിറ്റീസ് വിൽ ഗോ ഓൺ. അറ്റ്ലീസ്റ്റ് ദർ ആർ മെനി പേരൻസ് ഹിയർ. ഓൾമോസ്റ്റ് ഓൾ ദ പേരൻസ് ഒരു കൊല്ലം കടന്നിട്ട് കുട്ടികൾ വരുന്നുണ്ട്. കുട്ടികൾ മാറ്റം കാണാറില്ല പേരൻസ്. അപ്പോൾ ആ മാറ്റം കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങൾ കാണിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് അവർ റെക്കോർഡ് ഓൾസോ ദാറ്റ് വാട്ട് വി ഹാവ് കവേർഡ്. നിങ്ങൾ നോക്കി കഴിഞ്ഞ കൊല്ലം ഇതേമാതിരി വി ഹാവ് നെവർ സ്റ്റോപ്ഡ് അവർ എൻഡേവേഴ്സ്. ഇൻ ടുഡേ ഇൻഫാക്ട് ആ ക്ലാസ്സുകൾ തുടങ്ങിയതിൻ്റെ ഞാൻ ഇപ്പോൾ വീഡിയോ ഇടാൻ പോകുന്നുണ്ട്, സ്പെഷ്യൽ ക്ലാസ്സസ്. ആൻഡ് ഐ വാസ് ഏബിൾ ടു കൺവിൻസ് മൈ ടീച്ചർ. 2 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്. ഈ കുട്ടികളുടെ നടക്കുന്നത് മറ്റേ ക്ലാസ്സുമാരിയല്ല. യു നോ ദാറ്റ് ടീച്ചേഴ്സ് തീർച്ചയായിട്ടും കഷ്ടപ്പെടുന്നുണ്ട്. ദേ ഡു എ ലോട്ട്. വെറുതെ ഇരുന്നെങ്കിൽ ഒരു കുട്ടിയുടെ അടുത്ത് സംസാരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അങ്ങനെ എനർജി ട്രെയിൻ ആവട്ടെ. നിങ്ങൾക്കറിയില്ല, നിങ്ങളൊക്കെ അച്ഛനമ്മമാരല്ലേ. അപ്പോൾ 2 മണി കഴിഞ്ഞിട്ട് പിന്നെ ഇരിക്കുക പറഞ്ഞാൽ നമ്മുടെ എനർജി ഫുള്ളായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് സബിഹ ടീച്ചർ ഇസ് ടേക്കിംഗ് സ്റ്റുഡൻസ് ഹു ആർ സ്ലൈറ്റ്ലി വീക്ക് ഇൻ അക്കാഡമിക്സ് ഓർ ഹു ഹവ് നോട്ട് കവേർഡ് ദറ്റ് അക്കാഡമിക്സ്. അവരെ എടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രകാശ് സാറിൻ്റെ അടുത്ത് ഞാനും ഇരിക്കുന്നുണ്ട് ഫോർ കമ്മ്യൂണിക്കേഷൻ. ചിലവർക്ക് സംസാരിക്കാൻ കുറച്ച് കഷ്ടമുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഡെയിലി ഒരു എക്സസൈസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. 1/2 hour, 45 minutes, 1 hour. അതിൻ്റെ ഒരു ചെറിയ ഗ്ലിംസ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്തൊക്കെയാണ് നടക്കണം. ഇതൊക്കെ ആക്ടിങ് മാതിരി എല്ലാവരും മേക്കപ്പൊക്കെ ചെയ്ത് റെഡി ആയിട്ട് നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണ മാതിരിയൊന്നും അല്ല. ഇത് ടക്ക് ഓണാവും വീഡിയോ, ടക്ക് ഓഫ് ആവും. എപ്പോഴും എടുക്കണം, എന്താ എടുക്കണം. അത് കാരണം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും ഞങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈല്, ഞങ്ങളുടെ സംസാരിക്കുന്ന സ്റ്റൈല്, നമ്മൾ പിള്ളേരെ ചീത്ത പറയുന്നത് എല്ലാം വീഡിയോയിൽ കാണും. വൈ? ബിക്കോസ് ദീസ് വീഡിയോസ് ആർ നോട്ട് ആൻ ഇനാക്ട്മെൻറ്റ്. ഇറ്റ് ഈസ് നോട്ട് എ ഡ്രാമ, ഇറ്റ് ഈസ് നോട്ട് സംതിങ്. ഇത് പെട്ടെന്ന് ഒരു ക്ലാസ്സിൻ്റെ അടിയിൽ നിന്ന് എടുക്കുന്നത്, അത് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ സാധാരണ പ്രസൻറ്റ് ചെയ്യണത്.
അതിൽ കുറേ മിസ്റ്റേക്സും അതും ഇതൊക്കെ കാണാറുണ്ട്. പീപ്പിൾ ബിക്കംസ് പെർഫെക്റ്റ് ഓൺലി ആഫ്റ്റർ കമ്മിറ്റിംഗ് മിസ്റ്റേക്സ് അല്ലേ. സോ വി ആർ നോട്ട് ഗോഡ് ഹിയർ ടു ക്രിയേറ്റ് എവറിഥിങ് ബൈ ദ വേ ദാറ്റ് യു പീപ്പിൾ മാക്സിമം എത്ര നല്ലോണം നമ്മൾ ചെയ്യാൻ പറ്റുന്നു ദാറ്റ് വി ആർ ഡൂയിങ് ഇറ്റ്. സോ ടുഡേ ദാറ്റ് ക്ലാസ് അതിൽ 3 കുട്ടികളെ ഞാൻ ഇരുത്തിയിട്ടുണ്ട് ഇന്നത്തേക്ക് വേണ്ടിയിട്ട്, വിച്ച് ഐ ഐഡൻറ്റിഫൈഡ് ദാറ്റ് ദേ നീഡ് എ സ്പെഷ്യൽ കെയർ ഇൻ സബ്ജക്റ്റീവ് വൈസ്. പിന്നെ കമ്മ്യൂണിക്കേഷൻസിൽ 3 കുട്ടികളെ ഞാൻ വേറെ ഇരുത്തിയിട്ടുണ്ട്. വേറെ ഐ ഫൗണ്ട് ദാറ്റ് മറ്റേ കുട്ടികളെക്കാട്ടിലും കുറച്ചും കൂടി അവർക്കൊരു ഷാർപ്നെസ് വരാനുണ്ട്, കുറച്ചും കൂടി ഒരു എൻകറേജ്മെൻറ്റ് കൊടുക്കാനുണ്ട്. അവർ നമ്മൾ ഇരുത്തിയിട്ടുണ്ട്. സമയമുണ്ട്, കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ട്. വൈ നോട്ട് ട്രൈ. കഴിഞ്ഞു, കുട്ടികളൊക്കെ ഉറങ്ങുകയാണ്. ഇപ്പോൾ കുറച്ച് കുട്ടികൾ പോയി, കുറച്ച് കുട്ടികൾ അടങ്ങുകയാണ്. സോ ദിസ് ഈസ് സംതിങ് ന്യൂ, ജസ്റ്റ് ഗിവിങ് യു ദ ഇൻസൈറ്റ് വാട്ട് വി ആർ പ്ലാനിങ് ആൻഡ് ഡൂയിങ് ഇറ്റ്. അത് കാരണമാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞു, വി ആർ നോട്ട് എ കമേഴ്ഷ്യൽ സ്കൂൾ. നിങ്ങൾ കുട്ടിയെ ഇവിടെ നിങ്ങൾ വിളിക്കുക, കുട്ടിയെ കൊണ്ടുവരിക, അഡ്മിറ്റ് ചെയ്യുക. ആരും ഇവിടെ വന്ന ഫസ്റ്റ് ഡേ മുതൽക്ക് ഇതുവരെ ഏതെങ്കിലും പേരൻസിനടുത്ത് ഇവിടെ വന്ന് ചോദിച്ചിട്ട് കുട്ടിയെ കൊണ്ട് എപ്പോഴാണ് ആക്കണമെന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഞാൻ വിളിക്കില്ല. വി വിൽ നെവർ കോൾ, അൺലൈക്ക് അതർ സ്കൂൾ. ബിക്കോസ് ഇവിടെ നമ്മുടെ മെയിൻ പ്രയോറിറ്റി അഡ്മിഷൻസോ എത്ര കുട്ടികളെ എന്നല്ല, ക്വാളിറ്റി. മറ്റേവർ അടുത്തുകൂടി പോകാത്ത സാധനങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്. ഞാൻ ഇന്ന് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ടീച്ചറിനോട് ഇന്ന് ഞാൻ ചോദിക്കും, ഇന്നെന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഹൗ യു സ്ട്രൈവ് ടു ബിക്കം ദ ബെസ്റ്റ് സ്കൂൾ. ബെസ്റ്റ് സ്കൂൾ ഇസ് നോട്ട് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസോ കാറോ ബസ്സോ ബിൽഡിങ്ങോ, അതല്ല ബെസ്റ്റ് സ്കൂൾ. കിൻഡർ ഗാർഡനും സാധാ സ്കൂളിൽ വ്യത്യാസമുണ്ട്. കുറേ സ്കൂളിൽ അതിനെ അറിയില്ല. അത് കാരണം പേരൻസ് കൊണ്ടുപോയിട്ട് സാധാ സ്കൂളിൽ കൊണ്ടുപോയിട്ട് അതിൽ 1ാം ക്ലാസ് ഉണ്ടാവും, 5ാം ക്ലാസ് ഉണ്ടാവും, 12ാം ക്ലാസ് ഉണ്ടാവും, അവിടെയും കൊണ്ട് കുട്ടികളെ ചേർക്കാറുണ്ട്. അത് ഇന്നത്തെ കാലത്ത് വന്ന സംഭവമാണ്. പണ്ട് കുട്ടികൾ പോവുകയാണെങ്കിൽ പ്രീ പ്രൈമറി പറഞ്ഞു കഴിഞ്ഞാൽ കിൻഡർ ഗാർഡനിൽ മാത്രമേ ചേർക്കുള്ളൂ. കിൻഡർ ഗാർഡൻ അല്ലാണ്ട് ചേർക്കില്ല. ബിക്കോസ് അവരുടെ എൻവയറമെൻറ്റ്, പഠിപ്പിക്കുന്ന രീതി, അവിടെ മിങ്കിൾ ചെയ്യണത്, ഒബ്സർവ് ചെയ്യേണ്ട ടാക്ടിക്സ്, ഇതെല്ലാം വ്യത്യാസമാണ്. ഇന്ന് പിന്നെ കമേഴ്ഷ്യലായല്ലോ. പിന്നെ അവർക്കും ദേ ആർ ഗോട്ട് ലോട്ട് ഓഫ്. ഒരു കുട്ടിയെ നഴ്സറിയിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 12ാം ക്ലാസ് വരെ വെക്കാൻ പറ്റുമല്ലോ. അത് കാരണം വലിയ സ്കൂൾ നഴ്സറി തുടങ്ങി. പക്ഷേ ഈ പിള്ളേർ പോകുമ്പോൾ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു എൻറ്റിറ്റി, ഒരു ഐഡൻറ്റിറ്റി, ഒരു എൻവയറമെൻറ്റ്, ഒരു സഫസ്റ്റിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലായിട്ടൊരു സംഭവം അവിടെ നടക്കത്തില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾ ഹോഷ് പോഷ്. ഇവൻ 8ാം ക്ലാസ്സിലെ കുട്ടികൾ, 12ാം ക്ലാസ് കുട്ടികൾ റോഡ് സൈഡിൽ സ്കൂളായിരിക്കും, നിലവിളി ബഹളം. അതിൻ്റെ ഉള്ളിൽ ഈ പിന്ത് പിള്ളേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ഡോണ്ട് ഫൈൻഡ് ദറ്റ് എൻവയറമെൻറ്റ്. എന്നാലും പേരൻസ് കുറേ അവിടെ വിടാറുണ്ട്. അവരുടെ കുട്ടികൾ, അവരുടെ പ്ലാനിങ് ഓഫ് ലൈഫ്, ആൻഡ് ഐ വിഷ് ദം ഓൾ ദ ബെസ്റ്റ്. പക്ഷേ ഇവിടെ കിൻഡർ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ നിങ്ങളിപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളിപ്പോൾ ദ ടോപ്പ് കിൻഡർ ഗാർഡൻ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും കിൻഡർ ഗാർഡൻ ആയിരിക്കും. ആൻഡ് വാട്ട് ഈസ് കിൻഡർ ഗാർഡൻ? UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആ സ്കൂളിൽ തുടങ്ങാൻ പാടില്ല. പക്ഷേ ഇവിടെ എല്ലാ സ്കൂളിലും ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ് തുടങ്ങിയിട്ടുണ്ട്. എന്താണ്? പൈസ വരുന്നുണ്ട്. ആൻഡ് എല്ലാവരും അഡ്വർടൈസ്മെൻറ്റും കുട്ടികൾ എത്രയായി അതാണ് ദിവസം ചോദിക്കുന്നത്. എത്ര കുട്ടികളായി, ഇനി എത്ര കുട്ടികളെ വിളിക്കണം? ഇവിടെ കുട്ടികൾ ഞാൻ ചോദിച്ചിട്ടില്ല. ടീച്ചറോട് ചോദിച്ചു നോക്കും, വല്ലപ്പോഴും ഞാൻ കുട്ടികളെ പറ്റി ചോദിച്ചിട്ടുണ്ടോ എന്ന്. ശരിയാവാത്ത ആൾക്കാരെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു വിടുക ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങളിവിടെ കയ്യും പിടിച്ചിട്ട് കുട്ടികളെ കൊണ്ടുവരുന്നത് ഇതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ബട്ട് നമ്മൾ കൊടുക്കണ ട്രെയിനിങ് എത്രത്തോളം നമുക്ക് കൊടുക്കാൻ പറ്റുമോ നമ്മുടെ കഴിവനുസരിച്ചിട്ട്. ഇഫ് ഐ ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ലൈഫ്, ആ എക്സ്പീരിയൻസിന് എങ്ങനെയെങ്കിലും കുട്ടികളെ വരെ എത്തിക്കണം. ആ എൻഡേവർ മറക്കില്ല. ആൻഡ് വൺ തിങ് ഐ ഹാവ് ടോൾഡ് ദ ടീച്ചേഴ്സ്, നിങ്ങൾ എത്ര സംസാരിക്കണോ, എത്ര കുട്ടികളെ പഠിപ്പിക്കണോ, എത്ര കുട്ടികളോട് ഇൻവോൾവ് ആവണോ, ആൻഡ് എത്ര പാർട്ടിസിപ്പേറ്റീവ് ആവണോ, അതാണ് ബെസ്റ്റ് കിൻഡർ ഗാർഡൻ മോണ്ടെസറി ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം. വെറുതെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പൈസയും കൊടുത്ത് സർട്ടിഫിക്കറ്റ് വായിച്ചിട്ട് ടീച്ചേഴ്സ് ട്രെയിനിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണം ഉണ്ടാവില്ല അതിന്. നിങ്ങൾ സ്വന്തം സംസാരിക്കും, നിങ്ങൾ സ്വന്തം പഠിപ്പിക്കാൻ ശ്രമിക്കും, നിങ്ങൾ സ്വന്തം മനസ്സിലാക്കാൻ നോക്കി, നിങ്ങൾ സ്വന്തം നോക്കി. ഞാൻ പറയുന്ന കുട്ടിക്ക് മനസ്സിലാവുന്നില്ല, ഞാനത് പറയുന്ന കുട്ടിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ പറഞ്ഞതും കുട്ടി കേൾക്കുന്നില്ല, കുട്ടിയുടെ ശ്രദ്ധ വേറെയാണ്. അങ്ങനെയാണ് നിങ്ങൾ പഠിക്കുക. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് കോൾഡ് ലേണിംഗ് ബൈ എക്സ്പീരിയൻസ്, ലേണിംഗ് ബൈ പ്രാക്ടീസ്. കഷ്ടമുണ്ട്, പക്ഷേ ആ പഠിപ്പ് നിങ്ങൾ ജന്മത്തിൽ മറക്കില്ല. ചുമ്മാ XYZ എത്ര മോണ്ടെസറി സ്കൂളേഴ്സാണ് പാലക്കാട് തുറന്നിരിക്കുന്നത് അറിയാം. എല്ലാ നുക്കിലും പോലും ഈ മോണ്ടെസറി സ്കൂളിലെ ടീച്ചേഴ്സ് ആരാണ്? നിങ്ങൾ ഈ മോണ്ടെസറി പഠിപ്പിക്കുന്ന സംഭവങ്ങൾ ആരാണ്? ഹൂ ആർ ദ പീപ്പിൾ ഹു ആർ ടീച്ചിങ് യു? അവർ സ്വന്തമായിട്ട് വല്ല മോണ്ടെസറി നടത്തിയിട്ടുണ്ടോ? പേര് കേട്ടിട്ടുണ്ടോ? അവർ വലിയ മെട്രോപൊളിറ്റൻ ഇൻ്റർനാഷണൽ സ്കൂൾസിൽ പോയി ജോലി എടുത്തിട്ടുണ്ടോ? വെളിയിൽ പോയിട്ടുണ്ടോ? അവരാണ് ഈ ടീച്ചർമാർക്കൊരു സർട്ടിഫിക്കറ്റ്. ഫ്രീ ആണോ? അല്ല, പൈസ. ഇന്നാളൊരു ടീച്ചർ ഇൻ്റർവ്യൂവിന് വന്നു, 50,000-60,000 കൊടുത്തിട്ട് മോണ്ടെസറി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. പൈസ കൊടുക്കുക, സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക, കഴിവ് 0. പഠിപ്പിക്കുന്നവർക്ക് കഴിവുണ്ടാവില്ല, മറ്റേ പഠിക്കുന്നവർക്ക് കഴിവ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ അടുത്ത് ഈ മോണ്ടെസറി പറഞ്ഞ് വരണ്ട, എൻ്റെ അടുത്ത് ഇവർ കഴിവ് ഡിസ്പ്ലേ ചെയ്താൽ മതി. ആൻഡ് അത് അങ്ങനെ കിട്ടുക. ആരും പഠിപ്പിക്കില്ല. ഐ നെവർ ടീച്ച് മൈ ടീച്ചേഴ്സ് ഹൗ ടു ടീച്ച്. ഐ ഗിവ് ദം എ വെരി ഗുഡ് എക്സ്പീരിയൻസ് ടു ടീച്ച്. ഫുൾ ഓപ്പൺ എനർജി യൂസ് ചെയ്യുക, പാഷൻ യൂസ് ചെയ്യുക. നിങ്ങൾ സ്വന്തം ഒരു വാല്യൂ ആയിട്ട് കൊണ്ടുവരിക. കുട്ടികൾ കേൾക്കണു സാർ, ഞാൻ പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു സാർ, കുട്ടികൾക്ക് മനസ്സിലായി സാർ, അവർ തന്നെത്താൻ പറയണു.
best training and best way of getting coaching. അപ്പോൾ എൻ്റെ ടീച്ചേഴ്സിനും അങ്ങനെ കൊടുക്കുന്നത്. ആൻഡ് ഡിയർ പേരൻസ്, അപ്പോൾ ഇന്ന് തുടങ്ങിയ പരിപാടി ഞാൻ തന്നിട്ടുണ്ട്. സ്കൂൾ ഐ തിങ്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ പറയില്ല കഷ്ടപ്പെട്ടില്ല. 7 മണി മുതൽ രാത്രി 7 മണി വരെ. ഇറ്റ് ഹാസ് ബിക്കം വൺ ഓഫ് ദ ബെസ്റ്റ് സ്കൂൾസ് ഇൻഫ്രാസ്ട്രക്ചറിൽ. നീറ്റ്, ക്ലീൻ, പെയിൻറ്റിങ്, സാധനങ്ങൾ, ടോയ്സ്, സ്ഥലം നോക്കി നിങ്ങൾ. ആബ്സല്യൂട്ട്ലി plenty of space for the children to walk around, play around, dance around, learn around. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യത്തില്ല, കയ്യും കാലം പിടിച്ച് അഡ്മിഷൻസ് എടുക്കത്തില്ല. പേരൻസ് കുട്ടികളെ നല്ല ഫൗണ്ടേഷൻ ആർക്കാണ് തരേണ്ടത്, അവർ കുട്ടികളെ നിങ്ങളെ ആക്കുക. 4 കൊല്ലത്തിൻ്റെ പ്രീ നഴ്സറി ഡേ കെയറിൽ സമയം വേസ്റ്റ് ചെയ്യേണ്ട. നഴ്സറി, LKG ആൻഡ് UKG ഫസ്റ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും, ഡൽഹി, ബോംബെ, കാൽക്കട്ട, UK, ഏത് ഇൻ്റർനാഷണൽ സ്കൂളിൽ പോയി കഴിഞ്ഞാലും കുട്ടി ഇൻ്റർവ്യൂ റൂമിൽ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ 4 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് സംസാരിക്കണം, കുട്ടിക്ക് പറയാനുള്ള ഒരു ഇത് വേണം. പഠിക്കുന്ന കുട്ടികളുടെ മാറ്റങ്ങൾ നിങ്ങൾ നോക്കിയോളൂ. ദേ ആർ ഓൾ ബോൾഡ്. ആൻഡ് 1 കൊല്ലത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ ഇതുവരെ റെഡിയാക്കിയിരിക്കുന്നത്. ജസ്റ്റ് ഇമാജിൻ, ഈ പിള്ളേർ നമ്മളോട് 4 കൊല്ലം ഇരിക്കുകയാണെങ്കിൽ ഈ പിള്ളേർ എങ്ങനെ ഞങ്ങൾ ഷേപ്പ് ചെയ്ത് മാറ്റി വയ്ക്കുക? ഇതൊക്കെ ചെയ്യാൻ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് നമുക്ക് എന്താ സാധിച്ചിരിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കില്ലാത്ത കാരണം. കുറച്ച് കുട്ടികളേ ഉള്ളൂ, പക്ഷെ അവർ നന്നായി നോക്കാൻ നമുക്കൊരു അനുഗ്രഹം ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. തിരക്ക് പിടിച്ച് 400, 300, 250, 100 പിള്ളേരൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല. ഐ എം 100% ടെല്ലിങ്. ഈവൻ സ്ഥലം ഉണ്ടെങ്കിൽ എനിക്ക് ഐ കാൺ ഗിവ് ഇറ്റ്. സോ ഓൺലി തിങ് ഐ ക്യാൻ ടെൽ യു ഇസ് ദാറ്റ് ട്രസ്റ്റ് അസ്, യുവർ കിഡ്സ് ആർ ഗോയിങ് ഇൻ റൈറ്റ് ഡയറക്ഷൻ. 3 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഷെയർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വന്നിട്ട് വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് ദ വിഷു planned on Wednesday, this coming Wednesday, that is day after tomorrow. Secondly, ഇവർക്കൊരു ഫീൽഡ് ട്രിപ്പ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എ സ്മോൾ കൺട്രിബ്യൂഷൻ ഇസ് റിക്വയർഡ്, ബിക്കോസ് എനിക്ക് ഒരു വണ്ടി ഹയർ ചെയ്യണം, പിന്നെ എൻട്രി ടിക്കറ്റ് അവിടെ കൊടുക്കാനുണ്ട്. പക്ഷേ ഞാൻ അവിടെ ആദ്യം പോയി നോക്കി ഇഷ്ടപ്പെട്ടു, അത് കാരണമാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത്. രണ്ടാമത്തെ പ്ലാൻ. മൂന്നാമത്തെ പ്ലാൻ ഒബ്വിയസ്ലി ഐ എം പ്ലാൻ ഫോർ ഒരു ഫിലിം എനിക്ക് ഫിലിം ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് ഐ വിൽ ബി ഷോയിങ് ഇൻ മൈ ഹോം തിയേറ്റർ. പിള്ളേരെ അവിടെ കൊണ്ടുപോകും. ആൻഡ് ഐ വിൽ ബി ഷോയിങ് ഇൻ മൈ മൂവി ഹാൾ വിച്ച് ഇസ് ഐ ഹവ് മെയ്ഡ് ഇൻ മൈ ഹൗസ്, in the air conditioned one. Adonnund. And the fourth one is a real surprise. I'll be giving you the update. We are going to have a food festival in the school. Now ee food festival egane nammal organize cheya, appla organize cheya, ningalku endha cheyendathu? Suspense, something new which the child will never forget in their life. Sun is hot, weather is hot, but we are hot for our passion. Thank you for your patience. Thank you for your blessings. Thanking for your energy and motivation. God bless you all. Namaste.